ഹലോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് UK അയർലൻഡിലൊക്കെ ഉള്ള നഴ്സുമാർ, അതായത് ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന നഴ്സുമാർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. ഏത് രാജ്യമാണ് നഴ്സുമാർക്ക് ബെറ്റർ, അല്ലെങ്കിൽ ഓരോ കാറ്റഗറിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചെന്ന് കണ്ടോളൂ. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് നഴ്സിംഗ് ജോബിനെ പറ്റിയാണ് കേട്ടോ. അതായത് ഓസ്ട്രേലിയയിലും അല്ലെങ്കിൽ UK അയർലൻഡിലൊക്കെയുള്ള നഴ്സിംഗ് ജോബിന്റെ വ്യത്യാസങ്ങളാണ്. പിന്നെ അതുപോലെ ഇവിടെയുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, അതുപോലെ UK നഴ്സിംഗ് ജോബിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇത് എനിക്ക് ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി. ഇപ്പം ഇവിടെ ഡ്യൂട്ടി തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഏകദേശം ഒരു ധാരണയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ UK എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതായത് എങ്ങനെയുണ്ട് ഇവിടുത്തെ നഴ്സിംഗ് ജോബ് നമ്മൾ വെൻ കമ്പയർ വിത്ത് UK എന്ന് ചോദിച്ചിരുന്നു. അപ്പം അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഷിഫ്റ്റ് ടൈമിനെ പറ്റിയാണ്. ഓസ്ട്രേലിയയിൽ ഒരു 90% ഹോസ്പിറ്റലുകളും പ്രൊവൈഡ് ചെയ്യുന്നത് 8 hours ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 5 ദിവസം നമ്മൾ ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഡ്യൂട്ടി ആണ് ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം ചെയ്താൽ മതി, കാരണം അത് 10 hours ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ UK അയർലൻഡിലൊക്കെ കൂടുതലും 12 hours ഷിഫ്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം 12 hours ഷിഫ്റ്റ് എന്ന് പറയുമ്പം ആഴ്ചയിൽ 3 ദിവസം അവർ ഡ്യൂട്ടിക്ക് പോയാൽ മതി, ബാക്കി 4 ദിവസം ഓഫ് ആയിരിക്കും. അപ്പം ഈ ഒരു ഡ്യൂട്ടി പാറ്റേൺ ചിലവർക്ക് 12 hours ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് 8 hours ആയിരിക്കും ഇഷ്ടം. പക്ഷെ പേഴ്സണലി എനിക്ക് 12 hours ഷിഫ്റ്റ് ആണ് ഇഷ്ടം. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സിംഗിൾ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ 12 hours ഷിഫ്റ്റ് ആണ് നല്ലത്. 3 ദിവസം മരിച്ചു കിടന്ന് പണിയെടുക്കുന്നു, ബാക്കി 4 ദിവസം അടിച്ചു പൊളിക്കുന്നു, അങ്ങനെ ഒരു സെറ്റപ്പിൽ. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ട് കുട്ടികളും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 8 hours ഷിഫ്റ്റ് ആയിരിക്കും നല്ലത്. കാരണം എന്നും നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കാണാനും ഡ്യൂട്ടിക്ക് പോയി വരാനും കാണാനും സംസാരിക്കാനും അവരുടെ കൂടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഈ 12 hours എന്ന് പറയുമ്പോൾ രാവിലെ പോകുമ്പോഴും അവർ ഉറങ്ങുമായിരിക്കും, തിരിച്ചു വരുമ്പോഴും അവർ ഉറങ്ങുമായിരിക്കും. പിന്നെ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നവരാണ്. നമ്മൾ 3 days ചെയ്യുമെന്ന് വിചാരിച്ചാലും 3 days ഹസ്ബൻഡ് ജോലിക്ക് വന്നു, അടുത്ത 3 days വൈഫ് ജോലിക്ക് വന്നു, പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഒരുമിച്ച് ഒരൊറ്റ ദിവസം കിട്ടും. ആ ദിവസം നമുക്ക് കുറെ കാര്യങ്ങൾ പുറത്തു പോകാനൊക്കെ ഉണ്ടാവും, പർച്ചേസ് ചെയ്യാനുണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഫാമിലി ആയിട്ട് താമസിക്കുന്നവർക്ക് പിന്നെ 8 hours ഡ്യൂട്ടിയാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സിംഗിൾ ആയിട്ട് ഉള്ളവര് 12 hours ആയിരിക്കും കുറച്ചുകൂടെ അടിപൊളി. കാരണം ബാക്കി 4 ദിവസം അവർക്കൊന്നും നോക്കണ്ടല്ലോ, അവർക്ക് 4 ദിവസം അടിച്ചു പൊളിക്കാം, 3 ദിവസം കണ്ടിന്യൂസ് ഡ്യൂട്ടിക്ക് പോകാം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഓരോരുത്തരുടെ പ്രിഫറൻസ് ഉണ്ടാവും. ഇപ്പം ഇങ്ങനെയാണെങ്കിലും എനിക്കിഷ്ടം 12 hours ഡ്യൂട്ടിയാണ്, കാരണം ബാക്കി 4 ദിവസം വെറുതെ ഇരിക്കാലോ എന്നുള്ള ഒരു ചിന്തയിലാ 12 hours ഡ്യൂട്ടി 3 ദിവസം നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം എനിക്ക് 8 hours ഇഷ്ടമായി വരുന്നുണ്ട്. കാരണം എല്ലാ ദിവസവും കുറെ സമയം നമുക്ക് വീട്ടിലുള്ള പോലത്തെ ഒരു ഫീൽ ഉണ്ട്, എല്ലാരും കൂടെ ഉള്ള ഒരു സമയം. അപ്പൊ അതുകൊണ്ട് എനിക്ക് 8 hours ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പം അത് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ ഇവിടുത്തെ എന്നെനിക്ക് അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ആയിട്ട് ഇരിക്കും. അപ്പം ഓരോരുത്തർ ഇഷ്ടം പോലെ ഇരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് 12 hours ഷിഫ്റ്റിനെ പറ്റി. 12 hours ഷിഫ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെയാണ് നമുക്കുള്ളതെങ്കിൽ, ഒരു 3-4 മണിയാകുമ്പോഴത്തേക്ക് അവരുടെ സ്കൂൾ കഴിയും. അപ്പൊ അവരെ പിക്ക് ചെയ്ത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുവിടാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ രാവിലെ പോയാൽ പിന്നെ രാത്രിയിലാണ് വരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരാൾ വീട്ടിൽ വേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 8 hours ഷിഫ്റ്റ് ആണ് കുറച്ചും കൂടി നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികളായിട്ട് നിൽക്കുന്നവർക്കൊക്കെ പിന്നെ 8 hours ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ ചൈൽഡ് കെയർ ഇങ്ങനെ നമ്മള് ഡേ കെയറിലൊക്കെ ആക്കുന്നതാണെങ്കിലും ഒക്കെ ഇങ്ങോട്ട് 8 hours ആണ്. കാരണം അവരുടെ ടൈമിങ്ങും അങ്ങനെയാണ്, ഡ്യൂറിങ് ഡേ ടൈമിലാണ് അവർ കുട്ടികളെ നോക്കുന്നത്. അപ്പൊ രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റാഫ് പേഷ്യന്റ് റേഷ്യോനെ പറ്റിയാണ്. UK നമുക്കെല്ലാം അറിയാം, ഒരു സ്റ്റാഫ് 8 പേഷ്യന്റിനെ, മിനിമം 8 പേഷ്യന്റിനെയാണ് വാർഡിലൊക്കെ നോക്കുന്നത്. പക്ഷെ അത് ഓസ്ട്രേലിയയിൽ അത്രയും ഇല്ല. ഒരു സ്റ്റാഫിന് കൂടിപ്പോയ 4 അല്ലെങ്കിൽ 5 പേഷ്യന്റ് ആണ് മാക്സിമം വരിക. 5 മാക്സിമം ആണ് വാർഡിലാണെങ്കിൽ പോലും. പക്ഷെ UK ഒരു ടീമില് ഒരു നേഴ്സ് 10 പേഷ്യന്റിനെ എടുക്കുന്നുണ്ടെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഉണ്ടാവും. കുറെ എന്നല്ല, 1-2 ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഒരു ടീമിൽ എന്തായാലും ഉണ്ടാവും. അപ്പം അവരുടെ വാഷും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. നഴ്സുമാർക്ക് കൂടുതലും മെഡിക്കേഷനിലും ബാക്കിയുള്ള പ്രൊസീജിയറിലും ഫോക്കസ് ചെയ്താൽ മതി. പക്ഷെ ഓസ്ട്രേലിയ വരുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു നേഴ്സ് 4-5 പേഷ്യന്റ് ആണെങ്കിലും ഒരു ടീം എന്ന് പറയുന്നത് ഒരു 8-9 പേഷ്യന്റ് ആയിരിക്കും കേട്ടോ. 8-9
9 പേഷ്യന്റ് ആണ് ഒരു ടീം എന്ന് പറയുന്നത് ഇവിടെ. പക്ഷെ ആ ടീമിൽ 2 രജിസ്ട്രേഡ് നേഴ്സ് അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഡ് നേഴ്സ്, ഒരു എൻറോൾഡ് നേഴ്സ്, അങ്ങനെ 2 നേഴ്സുമാരുണ്ടാവും. പിന്നെ ഫ്ലോട്ടിംഗ് നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാർഡിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന 1-2 പേരൊക്കെ ഉണ്ടാവും. അപ്പം കൂടുതലും ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ടീമിലായിട്ട് ഓസ്ട്രേലിയയിൽ ഇല്ല. അപ്പം നമ്മള് നഴ്സസ് തന്നെ ഈ പറഞ്ഞ നമ്മുടെ 3-4 പേഷ്യന്റിൽ ആരെങ്കിലും ബെഡ് റിഡൻ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ബെഡ് ബാത്ത് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ പോകേണ്ടതായിട്ട് വരും. പിന്നെ ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞത് ഈ ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണെന്ന് തോന്നുന്നു കേട്ടോ. അത് അങ്ങനെ ഒരു സംഭവം കാര്യമായിട്ടില്ലാത്ത ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസും ഉണ്ട് എന്ന് തോന്നുന്നു ടീംസിൽ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവില്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും ഈ 4-5 പേഷ്യന്റ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്ര അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വർക്ക് ഓവർലോഡും സ്ട്രെസ്സും ഇതിനെപ്പറ്റിയൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാഫ് പേഷ്യന്റ് റേഷ്യോ UK-യിൽ 1:8 ഇവിടെ 1:4 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം വർക്ക് ഓവർലോഡ് സ്ട്രെസ്സും എവിടെയായിരിക്കും കൂടുതലെന്ന്. അപ്പൊ പേഴ്സണലി എനിക്ക് തോന്നിയേക്കുന്നത് UK-യിലാണ് കൂടുതൽ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 8 പേഷ്യന്റിന്റെ നഴ്സിംഗ് പരമായ എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം നമുക്കാണ് UK-യിൽ. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് മെഡിസിൻ കൊടുക്കുന്ന ക്യാനൽ എന്ത് പ്രൊസീജിയർ പെൻഡിങ് എന്തെങ്കിലും ആയിക്കോട്ടെ അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം നമുക്ക് വരും. ഇപ്പൊ ഇവിടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ടീമിൽ 8 പേഷ്യന്റിന് 2 സ്റ്റാഫ് നഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അഥവാ നമ്മളൊരു പേഷ്യന്റ് മെഡിസിൻ വിട്ടുപോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്തൊരാളുണ്ട് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാൻ. നമ്മളൊരു ടീം വർക്ക് ആയിട്ട് ഇവിടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് റിലീഫ് തോന്നും ഇവിടെ. കാരണം നമ്മൾ ബ്രേക്കിന് പോയി, അപ്പം നമ്മുടെ പേഷ്യന്റിന് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി, അപ്പം നമ്മുടെ ടീമിൽ തന്നെയുള്ള അടുത്ത നഴ്സ് അവരെ ടേക്ക് കെയർ ചെയ്തോളും. അപ്പം കുറച്ചും കൂടി റിലീഫും കുറച്ചും കൂടി എന്താ പറയാ, നമ്മളിപ്പം പുതിയതായിട്ടൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോഴും ഒക്കെ ആണെങ്കിലും നമ്മുടെ കൂടെ ഒരു നേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് അവരോട് ചോദിക്കാം. പക്ഷെ UK എന്ന് പറയുമ്പം നമ്മുടെ ടീമിൽ ഒരാളുണ്ടാവില്ല, വേറെ ടീമിൽ തന്നെ ചെന്നിട്ട് വേണം നമ്മൾ അവരോട് ഹെൽപ്പ് ചോദിക്കാൻ, അല്ല വേറൊരു നേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കാൻ. അങ്ങനെ വെച്ച് നോക്കുമ്പം നമ്മുടെ സ്ട്രെസ് കുറച്ച് കുറവ് ഇവിടെയാണ്. അതുപോലെ തന്നെ വർക്ക് ഓവർലോഡ് എനിക്ക് കുറവ് ഫീൽ ചെയ്തത് ഓസ്ട്രേലിയ തന്നെയാണ്. UK-യിലും ഒരുപാട് വർക്ക് ഓവർലോഡ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ നാട്ടിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചിന്തിക്കേണ്ട UK-യിൽ ഒത്തിരി വർക്ക് ഓവർലോഡ് ആണ്. നമ്മള് നാട് വെച്ച് കമ്പയർ ചെയ്യുമ്പം എല്ലാ സ്ഥലവും സുഖമാണ്. പക്ഷെ നമ്മളിപ്പോ ഓസ്ട്രേലിയ വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് UK-നെ കഴിഞ്ഞും ബെറ്റർ ആണ് ഓസ്ട്രേലിയ വർക്ക് വൈസ് എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ UK-യിലാണെങ്കിലും ഒരുപാട് വർക്ക് ലോഡൊന്നും ഇല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ നാട്ടിലൊക്കെ ജോലി ചെയ്തിട്ട് വരുന്നവർക്ക് ലോകത്ത് എവിടെ പോയാലും ഒരു കുഴപ്പമില്ലാതെ ജോലി ചെയ്യാൻ പറ്റും. ഇപ്പൊ UK-യിൽ വർക്ക് ഓവർലോഡാന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അയർലൻഡിൽ വർക്ക് ഓവർലോഡാന്ന് പറഞ്ഞിട്ട് ആരും നിർത്തി പോകുന്നില്ല. കുറച്ചും കൂടി ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് എല്ലാവരും വേറെ സ്ഥലങ്ങളിലോട്ട് പോകുന്നത്. അപ്പം നാട്ടിലുള്ള നഴ്സുമാരാണ് ഇത് കാണുന്നതെങ്കിൽ UK-യിൽ വർക്ക് ഓവർലോഡ് ആണെന്ന് വിചാരിക്കരുത്. UK-യിലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം, സാധാരണ രീതിയിലുള്ള വർക്കേ ഉള്ളൂ. പക്ഷെ ഓസ്ട്രേലിയയിലെ കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ വർക്ക് ഓവർലോഡിന്റെ കാര്യം പറയുമ്പം UK-യിൽ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ നമ്മൾ നോക്കുന്ന, ഇപ്പം എന്റെ ടീമിലുള്ള ഒരു പേഷ്യന്റ് ആണ് ഡിസ്ചാർജ് ആവുന്നതെങ്കിൽ എനിക്കും കൂടെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ചെയ്യുന്നതാണോ അതോ ഞങ്ങളുടെ വാർഡിന്റെ പ്രത്യേകത കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമുക്കും കുറെ കാര്യങ്ങൾ ഡിസ്ചാർജ് റെഫറൻസും അതുപോലെ മെഡിസിൻ വന്നോന്നൊക്കെ നോക്കി ഡിസ്ചാർജിന് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട്, നമ്മളും കൂടി ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ UK-യിൽ. പക്ഷെ ഓസ്ട്രേലിയയിൽ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആണെങ്കിൽ അത് ആ ടീമിലുള്ള ആ നേഴ്സ് അതിനെപ്പറ്റി പിന്നെ ഒന്നും അറിയണ്ട, അതിന്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് അവിടുത്തെ ചാർജ് നേഴ്സ്, പിന്നെ ആ വാർഡിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ഒക്കെ കൂടിയിട്ടാണ്. അപ്പം നമ്മളല്ല മെഡിസിൻ പേഷ്യൻസിന് കൊടുക്കുന്നതും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതും ഒന്നും ഇവിടെ നമ്മളല്ല. അത് കംപ്ലീറ്റ് ആയിട്ട് ഫാർമസിസ്റ്റ് തന്നെ അവരുടെ മെഡിസിൻ നോക്കി മെഡിസിൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇനി അഥവാ ഫാർമസിസ്റ്റ് ഇല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിനകത്ത് ഒന്നും ചെയ്യണം. നമ്മൾ പേഷ്യന്റ് പോകാൻ റെഡി ആവുമ്പം അവരുടെ ക്യാനലും ഒക്കെ മാറ്റി അവരെ പാക്ക് ചെയ്തു എന്നൊക്കെ ഉറപ്പുവരുത്തി, അത്രയൊക്കെയുള്ളൂ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം ഡിസ്ചാർജിൽ നമുക്കിവിടെ ഒന്നും അറിയേണ്ട UK-നെ കമ്പയർ ചെയ്യുമ്പം. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ജോലി വർക്ക് ലോഡ് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ UK-യിൽ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് മുഴുവൻ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത. UK-യിൽ പല ഹോസ്പിറ്റലുണ്ട്, അപ്പം പലയിടത്തും പല രീതിയിലായിരിക്കും. അപ്പൊ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് കുറച്ച് പേപ്പർ വർക്ക് ഒക്കെ ഉണ്ട്, കമ്പ്യൂട്ടർ ഡോക്യുമെന്റേഷൻ കൂടാതെ.
അപ്പം അതിങ്ങോട്ട് വരുമ്പോഴത്തേക്കും പേപ്പർ വർക്ക് ഇവിടെ വളരെ കുറവാണ്. മുഴുവൻ കമ്പ്യൂട്ടറിലാണ് ഡോക്യുമെന്റേഷൻ ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു അഡ്മിഷൻ വരുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് UK റിസ്ക് അസസ്മെന്റും അതും ഇതൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെയും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും അത്രയും കുറെ ചെയ്യാനില്ല. സത്യം പറഞ്ഞാല് ഇവിടെ കുറച്ചും കൂടെ കുറവാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ വന്ന പാടെ തന്നെ ആ അസസ്മെന്റ് ഒക്കെ ചെയ്യണമെന്ന് ഇവിടെ നിർബന്ധമില്ല. വിത്തിൻ 6 hours ചെയ്താൽ മതി. അപ്പൊ ചിലപ്പം നമ്മുടെ ഷിഫ്റ്റ് നമ്മൾ ചെയ്തില്ലെങ്കിലും നെക്സ്റ്റ് ഷിഫ്റ്റിൽ ആരെങ്കിലും അത് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം കുറേയും കൂടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് റെസ്പോൺസിബിലിറ്റിനെ പറ്റിയാണ്. റെസ്പോൺസിബിലിറ്റി UK പിന്നെ ഇവിടെയാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും നഴ്സസിന് അവരുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് എക്സ്ക്യൂസ് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മളും കൂടി നന്നായിട്ട് ചിന്തിച്ചും നമ്മുടെ നോളജും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് UK ഇവിടെ ആണെങ്കിലും. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്ന ഇവിടെയുള്ള നഴ്സസ് കുറച്ചും കൂടി പാഷനേറ്റ് ആയിട്ട് ജോലി, അതായത് നഴ്സിംഗ് സെലക്ട് ചെയ്ത് പഠിച്ച് വന്നവരാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പലരുടെയും ജോലി ചെയ്യുന്നതും സംസാരമൊക്കെ കേൾക്കുമ്പം UK കമ്പയർ ചെയ്യുമ്പം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള നഴ്സസിന് അത്യാവശ്യം നല്ല നോളജും ഉണ്ട്. അവര് നല്ല അപ് ടു ഡേറ്റ് ആണ് UK നഴ്സസിനെ കഴിഞ്ഞും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. UK നമ്മൾ ചെല്ലുമ്പം അവരെ കഴിഞ്ഞ് നോളജ് നമുക്കുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം എന്റെ ഹോസ്പിറ്റലിനെ പറ്റിയാട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ കഴിഞ്ഞൊക്കെ ഒത്തിരി നോളജ് ഇവർക്ക് കൂടുതലുള്ള പോലെ നമുക്ക് തോന്നും. കാരണം ഒരേപോലെയാണ് നഴ്സിംഗ് UK ഓസ്ട്രേലിയയിലും ഒക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഒരുപോലെ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, അതായത് ഡ്യൂറിങ് ഡ്യൂട്ടി സമയത്ത് തന്നെ, അതായത് ഈവനിങ് ഷിഫ്റ്റിൽ വരുന്നവർക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. 1:30 തൊട്ട് 2 മണി വരെ. 1:30ക്കാണ് നമ്മുടെ ഈവനിങ് ഷിഫ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ 1:30 തൊട്ട് 2 മണി വരെ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ ഞങ്ങളുടെ വാർഡിൽ ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇങ്ങനെ എല്ലാവരും കൂടെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ കുറേ ലെക്ചർ എടുക്കുന്ന തരത്തിലുള്ള ക്ലാസ്സസ് അല്ല. നമ്മളെല്ലാവരും കൂടെ ഒരു കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് PDF ഒക്കെ ഫയലൊക്കെ അവർ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ലി ചാറ്റാണ് അവിടെ നടക്കുന്നത്. അപ്പം അതൊക്കെ കുറച്ചും കൂടി നമ്മളെ അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കാനും നമ്മുടെ നോളജ് അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിർത്താനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഇവിടെ ഉള്ളവർക്ക് കുറേയും കൂടി നോളജ്. അതുപോലെ തന്നെ ഇവിടെയുള്ള നഴ്സസിന് നല്ല നോളജ് ഉണ്ടെന്ന് ഞാൻ പറയാം. കാരണം ഇവിടെയുള്ള ആളുകൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ECG എടുത്താൽ, നമ്മൾ UK ECG എടുത്ത നഴ്സസ് അത് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ECG എടുക്കുന്നു, ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടു കൊടുക്കുന്നു. പക്ഷെ ഇവിടെ മിക്കവാറും നഴ്സസ് ഒക്കെ ആ ECG കാണുമ്പോൾ തന്നെ അവരത് റീഡ് ചെയ്യുകയും അത് ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിനുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് കാർഡിയോളജി ആയതുകൊണ്ട് തന്നെ അവരൊക്കെ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ചെന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ ECG റീഡിംഗ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കുന്നതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ അതുമായിട്ടുള്ള ടച്ച് വിട്ട് പിന്നെ അതിന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ അത് റിവൈൻഡ് ചെയ്ത് നോക്കുന്നത്. അപ്പം ഇപ്പൊ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയുള്ള ആളുകൾക്ക് അത്യാവശ്യം ഇതിനെപ്പറ്റി മാത്രമല്ല എല്ലാ കാര്യങ്ങളെ പറ്റിയും, അവർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി അവർക്ക് നല്ല അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ട്. നമ്മൾ പണ്ട് പഠിച്ചു വെച്ച കാര്യം ഇങ്ങനെ മനസ്സിൽ വെച്ച് പറയുന്നതല്ല. ഇപ്പോൾ ഉള്ള എന്താണോ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ, അതിനെപ്പറ്റി ഒരു നോളജ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്കും അതൊരു എൻകറേജ്മെന്റ് ആണ്. നമുക്കും പഠിക്കാനും നോളജൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു എൻകറേജ്മെന്റ് ആണ്. UK എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ ആളുകളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാട്ടോ ഞാൻ പറയുന്നത്. അപ്പം നോളജ് വൈസ് ഇവിടെ ഉള്ളവർക്കാണ് നോളജും പാഷനും കൂടുതൽ വെൻ കമ്പയർ വിത്ത് UK. പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അത് എനിക്ക് ഏത് കാറ്റഗറി പെടുത്തണം എന്നറിയത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ചില പ്രൊഡക്ട്സ്, മെഡിക്കൽ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ IV ആന്റിബയോട്ടിക്സ് കൊടുക്കുക. UK നമ്മൾ IV ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നത് ഡയറക്റ്റ് ആണ് കൊടുക്കുന്നത്. പമ്പുമായിട്ട് കണക്ട് ഒന്നും ചെയ്യില്ല. നമ്മൾ IV ആന്റിബയോട്ടിക്സ് പ്രിപ്പയർ ചെയ്യുന്നു, ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നു. നമ്മൾ ഒന്ന് സ്ലോ ആയിട്ട് വെക്കുന്നു, ഒരു 30-35 അല്ലെ 40 മിനിറ്റ്സിൽ ഫിനിഷ് ആവുന്ന പോലെ സ്ലോ ചെയ്ത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ UK പൊതുവെ കൊടുത്തു വരുന്നത്. പക്ഷെ ഓസ്ട്രേലിയ വരുമ്പോഴത്തേക്ക് നമ്മൾ IV ആന്റിബയോട്ടിക്സ് ആണെങ്കിലും പമ്പുമായിട്ട് കണക്ട് ചെയ്ത് റേറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊരു വിയേർഡായിട്ട് എനിക്ക് തോന്നി. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നി ഇവിടെ. അപ്പൊ അത് UK ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ IV ഫ്ലൂയിഡ്സും കാര്യങ്ങളും ഒക്കെ, ഡോക്യുമെന്റേഷനൊക്കെ IV ഫ്ലൂയിഡ്സ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നി ഇവിടെ UK കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ IV കാനുല ഒരു എന്താ പറയുക,
ഒട്ടും കൺവീനിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു IV ക്യാനിൽ അല്ല ഇവിടെ ഉള്ളത്. UK-ലും നമ്മുടെ നാട്ടിലൊക്കെയുള്ള IV ക്യാനിൽ കുറച്ചും കൂടെ നമുക്ക് പിടിക്കാനും അത് ഇൻസേർട്ട് ചെയ്യാനൊക്കെ കുറച്ച് ഈസി ആയിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി. ഇവിടെ എന്ന് പറയുമ്പോൾ അതിന് എന്തോ അത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത്ര ഒരു വേറെ തരത്തിലുള്ള ഒരു IV ക്യാനിലാണ്, അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല. അപ്പം അതൊക്കെ എനിക്ക് ഇവിടെ ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നി. അതുപോലെ തന്നെ UK-ല് കൺട്രോൾഡ് മെഡിസിൻ അല്ലാത്ത പല മെഡിസിനും ഇവിടെ കൺട്രോൾഡ് ഡ്രഗാണ്. ക്യൂറ്റിപ്പിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് മെഡിസിൻ അതൊക്കെ UK-ല് സാധാരണ, അതുപോലെ പ്രഗാബലിൻ ഒക്കെ UK-ല് സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ്. പക്ഷെ അതൊക്കെ ഇവിടെ കൺട്രോൾഡ് ഡ്രഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്കത് വേണമെങ്കിൽ 2 നേഴ്സിനെ കൂട്ടിക്കൊണ്ടുപോയി, അറിയാലോ കൺട്രോൾ ഡ്രഗ് നമ്മൾ എങ്ങനെ എടുക്കുന്നതെന്ന്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പ്രത്യേകതകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ബെഡ് പാൻ യൂസ് ചെയ്യുന്നത്, UK-ല് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലുകളിൽ കൂടുതലും ഡിസ്പോസിബിൾ ബെഡ് പാൻ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ റീയൂസബിൾ ആണ്. അപ്പൊ അതും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇവിടെ UK-നെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഇവിടെ ബുദ്ധിമുട്ടുകളായി തോന്നിയ കാര്യങ്ങൾ, ഈ പറഞ്ഞ 3-4 കാര്യങ്ങളാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പം എന്താ പറയാ, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ തന്നെയാണ് UK-നെ കഴിഞ്ഞും കൂടുതൽ ഇഷ്ടമായത്. ചില ആളുകൾക്ക് 12 hours ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇപ്പൊ 8 hours ഡ്യൂട്ടി ഇവിടെ വന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഡ്യൂട്ടീന്റെ ഒരു പ്രശ്നം കൊണ്ട് ആരും കംപ്ലൈന്റ് ചെയ്ത് ബുദ്ധിമുട്ടായിട്ട് ക്വിറ്റ് ചെയ്ത് പോയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഡ്യൂട്ടി വൈസ് ആർക്കും ഒരു വലിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹാൻഡ് ഓവറിനെ പറ്റിയാണ്. അപ്പൊ UK ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഹാൻഡ് ഓവർ കൊടുത്തുകൊണ്ടിരുന്ന സ്റ്റാഫ് എല്ലാവരും കൂടി ഒരു റൂമിൽ ഒത്തുകൂടിയിട്ട് അവർ പരസ്പരം ഹാൻഡ് ഓവർ കൊടുക്കുന്നതാണ് ഞാൻ കണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ബെഡ് സൈഡ് ഹാൻഡ് ഓവർ ആണ്. അപ്പം നമ്മൾ ഏത് സ്റ്റാഫിനാണോ ഹാൻഡ് ഓവർ കൊടുക്കുന്നത് ആ 2 സ്റ്റാഫിന്, നമ്മൾ ഉണ്ടായിരുന്ന 2 സ്റ്റാഫ് നെക്സ്റ്റ് വന്ന 2 സ്റ്റാഫിന് ബെഡ് സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുന്നത്. അത് ഒരു വ്യത്യാസമാണ് UK-നെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ. അതുപോലെ തന്നെ UK-ല് നമ്മൾ ഹാൻഡ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നത് കംപ്ലീറ്റ്ലി നഴ്സിംഗ് പരമായ കാര്യങ്ങൾ മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്ന മെഡിസിൻ പെൻഡിങ് ഉണ്ട്, ഇല്ലെങ്കിൽ ഇന്ന പ്രൊസീജിയർ പെൻഡിങ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ ഹാൻഡ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി മെഡിക്കൽ കാര്യങ്ങൾ അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ ഹാൻഡ് ഓവർ കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ വാർഡിലെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റ്, ഇപ്പം ഞാൻ കാർഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവര് ആൻജിയോയ്ക്ക് പോയി, ആൻജിയോയിൽ എന്തായിരുന്നു റിസൾട്ട്, എന്ത് പ്രൊസീജിയറാണ് ചെയ്തത്, എക്സാക്ട്ലി അവരത് കറക്റ്റ് ആയിട്ട്, അതായത് സാധാരണ ഡോക്ടേഴ്സ് ഒക്കെ ഹാൻഡ് ഓവർ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ നഴ്സസ് വേറൊരു നഴ്സിന് ഹാൻഡ് ഓവർ കൊടുക്കുന്നത്. അപ്പൊ UK-ൽ അങ്ങനെയല്ല. UK-ൽ കുറച്ചും കൂടി ഈസിയാണ് ഹാൻഡ് ഓവർ കൊടുക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് വരുമ്പോൾ തന്നെ കേട്ട കുറെ കാര്യങ്ങളാണ്, ഇവിടുത്തെ ആളുകൾ കുറച്ച് റൂഡാണ്. പിന്നെ UK-ലെ ആളുകളൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹത്തിലാണ് സംസാരിക്കുക. അവർ നമ്മളെ കാണുമ്പോഴേ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കും. പിന്നെ സോറി, താങ്ക്സ്, ഇതൊക്കെ ആവശ്യത്തിലധികം ഉണ്ട് അവിടെ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇവിടെ കുറച്ചും കൂടെ റൂഡ് ആളുകളാണ് ഉള്ളത് എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് കുറച്ചും കൂടെ ഇവിടെയുള്ള ആളുകൾ ജെന്യൂൻ ആയിട്ട് തോന്നി. അവര് UK-ലുള്ള ആളുകളെ പോലെ അത്ര അങ്ങ് മലയാളത്തിൽ പറഞ്ഞ സോപ്പ് എടുത്തില്ല. നമ്മളെ കാണുമ്പോഴേ അങ്ങ് ഭയങ്കരമായിട്ട് അവരങ്ങനെ ഓവറായിട്ട് ഇത് കാണിക്കില്ല, ഫീലിങ്സ് ഒന്നും കാണിക്കില്ല. പക്ഷെ എന്നാലും അവർ കുറച്ചും കൂടി ജെന്യൂൻ ആയിട്ട് നമ്മളോട് പെരുമാറുന്ന പോലെ ചെയ്യുന്നുണ്ട്. നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഒരു കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ പോലും, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും വിളിച്ചോട്ടെ, നമ്മളൊക്കെ ഇപ്പൊ നമ്മള് വിളിച്ച് അന്വേഷിച്ച കാര്യം അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും നമ്മളിവിടെ ന്യൂ ആന്ന് പറയുമ്പോഴത്തേക്ക് അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സജഷൻസ് ഒക്കെ തരും. അങ്ങനെ ഇപ്പൊ വാർഡിലാണെങ്കിലും നന്നായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അപ്പം ഇതുവരെ അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. UK-ൽ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. പക്ഷെ അവർ കുറച്ചും കൂടി സോപ്പിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് വേറെ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് UK-ൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ അവർ കുറച്ചും കൂടി വെൽക്കമിങ് ആണെന്ന് തോന്നുന്നു ഇവിടെ. കാരണം എല്ലാവരും തന്നെ ഇവിടെ ഇന്റർനാഷണലി ഉള്ള ആളുകളാണ് കൂടുതലും. ഓസ്ട്രേലിയൻസിനെക്കാളും കൂടുതലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഒരു വാർഡിൽ ഒരു ദിവസം സ്റ്റാഫ് കുറവാണെന്ന് വിചാരിക്കേ. അപ്പം നമ്മൾ ഉള്ള സ്റ്റാഫിനെ കൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ ഇല്ല. സ്റ്റാഫ് കുറവാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരൊരു സ്റ്റാഫിനെ അവിടെ എത്തിക്കും, ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട്. പക്ഷെ UK-ലാണെങ്കിൽ നമ്മുടെ വാർഡിൽ ഇപ്പൊ 2 സ്റ്റാഫേ ഉള്ളൂ, 30 പേഷ്യന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റാഫിനെ കിട്ടാൻ ഒരു നിവൃത്തി ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അവർ പറയും നമ്മളോട് 15 പേഷ്യൻസിനെ എടുത്തോ, അങ്ങനെ എടുക്കണം, വേറെ നിവൃത്തി ഇല്ല എന്നൊരു രീതിയിലാണ് UK-ല്. അതായത് ഉള്ള സ്റ്റാഫിനെ
സ്റ്റാഫിനെ വെച്ച് എങ്ങനെയെങ്കിലും ഓടിക്കാൻ ഒരു സാധ്യതയുണ്ട് UK-യിൽ. അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ ഉള്ള സ്റ്റാഫ് നല്ല സ്റ്റാഫ് പേഷ്യന്റ് റേഷ്യോ നന്നായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ എങ്ങനെയെങ്കിലും അവര് ആ സ്റ്റാഫ് പേഷ്യന്റ് റേഷ്യോ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫിനെ എവിടുന്നെങ്കിലും അവർ ഒപ്പിക്കും. ഏജൻസി സ്റ്റാഫിനെയോ അല്ലെങ്കിൽ മറ്റു വാർഡിൽ പുൾ ഔട്ട് വരുന്ന എങ്ങനെയെങ്കിലും അവർ ഒപ്പിച്ച് അത് നികത്തിയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഇവിടെ എനിക്ക് തോന്നി. പിന്നെ പേഷ്യൻസിനെ പറ്റി പറയുകയാണെങ്കിൽ UK-യിലെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല പേഷ്യൻസ് ഒക്കെ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നവരും നല്ല രീതിയിലുള്ള ആളുകളാണ് കേട്ടോ. നല്ല ആളുകളാണ്. പിന്നെ നമ്മളോട് നല്ല താങ്ക്ഫുൾ ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്ത് കൊടുക്കാനും തോന്നും. അപ്പം പേഷ്യൻസിനെ പറ്റി എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. പിന്നെ ലാംഗ്വേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇംഗ്ലീഷാണ്. പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ചില വാക്കുകളൊക്കെ പറയുന്നതിനൊക്കെ UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ വ്യത്യാസമുണ്ട്. രണ്ടും വലിയ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കാം. ചില സമയത്തൊക്കെ നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അതിപ്പോ UK-യിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും. അപ്പൊ നമ്മളത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് എവിടെയാണെങ്കിലും രക്ഷയുള്ളൂ. നമ്മൾ എത്ര IELTS OET പഠിച്ച് നമ്മൾ സ്കോർ ചെയ്ത് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ കുറെ കാലങ്ങൾ എടുത്തിട്ട് നമ്മൾ ഇവരുടെ ആ ഒരു സംസാരമായിട്ട് നമ്മൾ യൂസ്ഡ് ആവുള്ളൂ. കാരണം ഇവർക്ക് സ്ലാങ് ഉണ്ടാവുമല്ലോ. നമ്മൾ മലയാളത്തിൽ സ്ലാങ് ഉള്ളതുപോലെ തന്നെ ഇംഗ്ലീഷിനും ഉണ്ടാവുമല്ലോ സ്ലാങ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കി, അതുപോലെ ഇവർ ജോക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ജോക്കൊക്കെ സാധാരണ ഈ എഴുതുന്ന മലയാളം പോലെ അല്ലല്ലോ നമ്മളെ മലയാളത്തിൽ ജോക്ക് പറയുന്നത്. ഇംഗ്ലീഷ് ജോക്ക് പറയുമ്പോഴും ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അവരവരുടെ സ്ലാങ്ങും ചില കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും പറയുക. അപ്പൊ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറെ കാലങ്ങൾ ഇവിടെ നിന്നിട്ട് മാത്രമേ നമുക്കതൊക്കെ എന്താ പറയാ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അല്ലാതെ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് പേഴ്സണലി ഇവിടെ ഇഷ്ടപ്പെടാതെ വന്ന കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ ഡ്യൂട്ടി അവർ ഈ 8 hours ആയിട്ടുള്ളതുമാണ്. പക്ഷെ അത് രണ്ടും 2 weeksലാണ് ഇവിടെ സാലറി വരുന്നത്. അപ്പൊ സാലറി വരുന്നതോടുകൂടി ആ വിഷമങ്ങളൊക്കെ അങ്ങ് പോകും. കാരണം സാലറിയിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് UK-യും ഓസ്ട്രേലിയയുമായിട്ട്. അപ്പം അത് ഈ കാര്യങ്ങളൊക്കെ കോമ്പൻസേറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് സാലറി വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അപ്പം ഓവറോൾ എനിക്ക് എല്ലാം കൊണ്ടും കൺവീനിയന്റ് ആയിട്ട് ഡ്യൂട്ടി തോന്നുന്നതും അതുപോലെ തന്നെ കുറച്ചും കൂടി സോഷ്യൽ ലൈഫ് ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഔട്ട്ഡോർ ലൈഫും ഇവിടെ കൂടുതലായിട്ടുണ്ട്. അപ്പം നമുക്ക് ജോബ് ചെയ്യാനും പോകാനും ഒക്കെ ഒരു താല്പര്യം തോന്നും ഇവിടെ. പിന്നെ നമ്മുടെ ഡ്യൂട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഡ്യൂട്ടി. നമ്മൾ രാവിലെ വരുന്നു, ഹാൻഡ് ഓവർ എടുക്കുന്നു, അതിനുശേഷം പിന്നെ ഓരോ സമയം ടൈമിങ്ങിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും, എന്നാലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണ്. നമ്മൾ പേഷ്യന്റ് ഓപ്സ് എടുക്കുന്നു, പിന്നെ മെഡിക്കേഷൻസ് കൊടുക്കുന്നു, പിന്നെ ഡോക്ടേഴ്സിന്റെ റൗണ്ട്സിൽ ഡോക്ടേഴ്സ് ഇട്ടിരിക്കുന്ന പ്ലാനൊക്കെ നോക്കി എന്താണോ പ്ലാൻ അതിനനുസരിച്ച് പ്രൊസീജിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുന്നു. ഇനി ആൻജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രൊസീജിയറിനൊക്കെ പേഷ്യന്റ് പോവുകയാണെങ്കിൽ അതിന് നമ്മൾ പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ പേഷ്യന്റ് ബെഡ് ബാത്ത് അല്ലെങ്കിൽ പിന്നെ ഷവർ റൂമിൽ പോയിട്ട് ഷവർ ചെയ്തോന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ, ഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം ഷവർ ചെയ്യാൻ. അങ്ങനെയൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ UK-യിലൊക്കെ ഉള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നഴ്സിംഗ് ജോബ് വരുന്നത്. പക്ഷെ പല സമയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഒപ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ഫ്രീക്വൻസി ഇവിടെ എല്ലാ 6 hours-ലും 4 to 6 hours ഇവിടെ ഒപ്സ് എല്ലാവർക്കും ചെക്ക് ചെയ്യും. ഈവൻ രാത്രിയാണെങ്കിൽ പോലും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പം ജോലിയൊക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. പിന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. സിറിഞ്ച് പമ്പ് അല്ലെങ്കിൽ IV സെറ്റും അങ്ങനത്തെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഇവിടെ അത് ഏത് രാജ്യത്താണെങ്കിലും വേറെ രാജ്യമാകുമ്പോൾ ഓഫ് കോഴ്സ് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പാർട്ട് ഫ്രം ദാറ്റ് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. വലിയ ഡിഫിക്കൽറ്റീസ് ഒന്നും തോന്നത്തില്ല നമുക്ക്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി പിന്നെ നഴ്സിംഗ് ജോബ് കമ്പയർ ചെയ്യുമ്പോൾ UK-നെ കഴിഞ്ഞ് മച്ച് ബെറ്റർ ആണ് ഓസ്ട്രേലിയ എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ UK ആണ് ബെറ്റർ എന്ന് ഞാൻ പറയുന്നില്ല. രണ്ടും എനിക്ക് ഇഷ്ടമാണ്. രണ്ട് രീതിയിലാണെങ്കിലും രണ്ടും കുഴപ്പമില്ല. പക്ഷെ കുറച്ചും കൂടി വർക്ക് ലോഡ് കുറവുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇവിടെ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഇവിടെയാണ് ഇഷ്ടപ്പെട്ടത്. എന്നുവെച്ചാൽ UK ഒട്ടും കുറവായിട്ട് ഞാൻ പറയുന്നില്ല. UK ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത സ്ഥലവും
ഹോസ്പിറ്റലും ഒക്കെയാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും പർട്ടിക്കുലർ കാര്യത്തിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ചോദിക്കാം. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന 90% ആളുകളും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പൊ പ്ലീസ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.